എൻ്റെ ചോദ്യം സ്പെസിഫിക് ആയിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു. തിരുപ്പതി ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ, തിരുപ്പതി ക്ഷേത്രത്തിൽ 60% ജീവനക്കാർ ക്രൈസ്തവരാണോ? നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു കളവ് പറഞ്ഞു? നിങ്ങളുടെ പേരിൽ മിനിഞ്ഞാന്ന് യൂട്യൂബിൽ വന്ന പ്രസംഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തു എന്ന് പറഞ്ഞു. എപ്പോഴെടുത്തു? എന്തിനാണ് നമ്മളിങ്ങനെ കളവ് പറയുന്നത്? നിങ്ങളിങ്ങനെ കളവായ പ്രസ്താവനകൾ പറയുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്ന് പണം ഗവൺമെന്റ് എടുത്തുകൊണ്ടുപോയി അത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്നുപോലും പറഞ്ഞ ഒരാളാണ് നിങ്ങൾ. അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന 1-2 പ്രസംഗങ്ങൾ ഞാൻ കേട്ടു ഇവരുടെ. അതിലൊരു പ്രസംഗത്തിലൊരു വാചകം ഇങ്ങനെയാണ്: മതേതരത്വം എന്ന് പറഞ്ഞാൽ, ഞാനതിന് നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ ഞാനതിനെ കാണുന്നുള്ളൂ. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരപ്പെടുത്തലാണ്. ആ ആപ്പീസ് പൂട്ടണം. പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യല്ല വേണ്ടത്. ആ സമയത്ത് പോയിട്ട് 4 കപ്പ നടണം. എന്നാൽ വിശക്കുമ്പോൾ പറിച്ചു കഴിക്കാം. കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നേണ്ട ഗതികേടുണ്ടാവില്ല. ഇതാണ് പ്രസംഗം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ്? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമോ? നാം നമ്മുടെ രാഷ്ട്രീയവും നിലപാടും പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാവാതെ, കലാപം ഉണ്ടാവാതെ നല്ല നിലയിൽ പറയാൻ ശീലിക്കണ്ടേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ 60% ജീവനക്കാർ ക്രൈസ്തവരാണോ? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശശികല പ്രസംഗം 12 വർഷം മുമ്പ് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. എന്താണ് മറുപടി? ഇവിടെ 12 വർഷം മുമ്പത്തെ ഒരു പ്രസംഗത്തെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഗതികേട് വെളിപ്പെടുത്തുന്നു. അന്ന് ഞാനത് സംസാരിച്ച സമയത്ത് വളരെ കേമനായൊരു ദേവസ്വം മന്ത്രി കേരളത്തിലുണ്ട്. കാരണം ഇവിടെയുള്ളവരുടെ അടിവസ്ത്രം വരെ പരിശോധിക്കാൻ അത്രയും ശ്രദ്ധാലുവായ, അത്രയും ജാഗ്രതയുള്ള ഒരു ദേവസ്വം മന്ത്രി ഇവിടെയുള്ള സമയത്താണ് ആ പ്രസംഗം ഞാൻ നടത്തുന്നത്. ആ ദേവസ്വം ഓർഡിനൻസ് ഒക്കെ വരുന്ന സമയത്താണ്. ഇനി ഇദ്ദേഹം ചോദിച്ചത് കൊണ്ട് മാത്രം പറയാൻ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. കാരണം ഇതിൽ അതിന്റെ കണ്ടന്റിനെ പറ്റിയല്ല, ഇവിടെ മന്ത്രി കാണിച്ച കള്ളത്തരത്തെ പറ്റി മാത്രമാണ് ഇവിടുത്തെ ചർച്ച. ഇതിന്റെ കണ്ടന്റ് ഇപ്പൊ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. 12 വർഷം മുമ്പത്തെ എനിക്ക് പറയാൻ മറുപടി ഇല്ലായിട്ടല്ല, പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല, പറയേണ്ട യാതൊരു അവകാശവും എനിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ജനാധിപത്യപരമായ മര്യാദ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഈ ഇഷ്യൂ അന്ന് എല്ലാവരും ഗൗരവമായി ചർച്ച ചെയ്തതാണ്. തിരുപ്പതിയില് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തില് ഇവര് ആഴ്ചതോറും അവിടുത്തെ ജീവനക്കാർ, ക്ഷേത്രത്തിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ ആഴ്ചതോറും അവരുടെ പ്രയർ, ക്രിസ്ത്യൻ പ്രയർ നടത്തുകയും ഇത് അവിടുത്തെ ഭക്തർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ആ പ്രസംഗത്തിൽ പറയുന്ന പോലെ സുവിശേഷ ലഘുലേഖ കൊടുത്തു. ഇത് വിഷയമായി അവിടെ ആന്ധ്ര ഹൈക്കോടതിയിൽ ഈ കേസ് പോയതാണ്. ആ ആന്ധ്ര ഹൈക്കോടതിയിൽ കേസ് പോയപ്പോൾ അവിടെ സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തു. അത് സത്യമാണ്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഒറ്റയടിക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല, ഘട്ടം ഘട്ടമായി ഒഴിവാക്കാം, പ്രേക്ഷിത പ്രവർത്തനം അവിടെ നടത്തില്ല. തിരുപ്പതി ആ മലകളിൽ ഒന്നും തന്നെ ഹിന്ദുവിൻ്റെതല്ലാത്ത, അത് അഹൈന്ദവമായ ഒരാരാധനയും നടത്തില്ല. ഇതവിടെ ഈ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അവിടുത്തെ ആന്ധ്ര സർക്കാരും ഉറപ്പ് കൊടുത്ത കാര്യമാണ്. അതിന് ശേഷം ഘട്ടം ഘട്ടമായി ഒഴിവാക്കി. ഈ 2018 ജനുവരി മാസം 6-ാം തീയതിയിലെ പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്തു നോക്കിയാൽ 44 പേരെ അവരുടെ മാതൃവകുപ്പുകളിലേക്ക്, ക്രിസ്ത്യാനികളായ 44 പേരെ മാതൃവകുപ്പുകളിലേക്ക് തിരിച്ചു വിളിച്ചു. ഇതാ 2006 മുതൽ ഘട്ടം ഘട്ടമായി തിരുപ്പതി ദേവസ്വം ഈ യാഥാർത്ഥ്യം ഒരു മതം മാറ്റവും അഹിന്ദുക്കൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ പറയട്ടെ, അത് സത്യമാണ്. പക്ഷെ ചോദ്യം 60% പേർ ഏതെങ്കിലും ഒരു കാലത്ത് ക്രിസ്ത്യാനികളായി അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഈ 44 പേരെ അല്ല മാറ്റിയത്, ഇനിയും മാറ്റാനുണ്ട്. 2006 മുതൽ ഘട്ടം ഘട്ടമായി ക്രിസ്ത്യാനികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നു, അവരെ മാതൃവകുപ്പുകളിലേക്ക് തിരിച്ചു വിളിക്കുന്നു. 2006 മുതൽ ഈ 2018 അതിലെ ഏറ്റവും അവസാനത്തെ ഒരു 40 ഇനിയുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമായിട്ട് 44 പേരെ തിരിച്ചു വിളിച്ചു. ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആന്ധ്രയുമായി ബന്ധപ്പെടാലോ, അവിടുത്തെ ഹൈക്കോടതി രേഖകൾ പരിശോധിച്ചാലോ. ശശികല, ഈ 44 പേരുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ തൽക്കാലം അവരുടെ മാതൃ സ്ഥാപനത്തിലേക്ക്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, മറ്റ് വകുപ്പുകളിലേക്ക് ഇവരെ തിരിച്ചുവിടാനുള്ള സർക്കാർ തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്ത. കേസ് നടക്കുകയാണ്. അതെ, ഇപ്പോഴും
ഇത് കേൾക്കൂ, ഇപ്പോഴും അവിടെ ഈ ക്രിസ്ത്യാനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനു മുൻപ് ഈ 2006 ചോദ്യം 60% പേർ 60% പേർ ഏതെങ്കിലും കാലത്ത് അഹിന്ദുക്കളായി അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ? അല്ല, അവിടുത്തെ കരാർ അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ കരാർ ജോലിക്കാരെ ഇൻറ്റു 60%, മറ്റത് ഇൻറ്റു 60%, ആ രൂപത്തിലൊന്നും എനിക്കിതൊരു ഉത്തരം തരാൻ സാധ്യമല്ല. ബഹുഭൂരിപക്ഷം ആളുകൾ, അതായത് ഏറെക്കുറെ പകുതിയിലധികം ആളുകൾ അവിടെ ക്രിസ്ത്യാനികളായി ജോലി ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ്. ശശികല, അതിനൊരു രേഖയുമില്ല, അതിനൊരു രേഖയുമില്ല. ഏറ്റവും ഒടുവിൽ അവിടെ അവിടുത്തെ ഗൈഡ് ലൈൻസ്, അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അഹിന്ദുക്കൾക്ക് ഇപ്പോൾ അവിടെ ജോലി കൊടുക്കാനാവില്ല. അത് പല സമയങ്ങളിലായി അഹിന്ദുക്കൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നുണ്ടാക്കിയ മാർഗനിർദ്ദേശമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അഹിന്ദുക്കൾക്ക് ജോലി ചെയ്യാനാവില്ല. അത് സത്യമാണ്. പക്ഷെ 60% പേരെ ഒരു കാലത്തും അവിടെ കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ വന്നത് 44 പേര് മാത്രമാണ്. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് 44 പേരെ മാത്രമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി കണ്ടെത്തിയത്. അവരിൽ ചിലർ തന്നെ കരാർ ജോലിക്കാരെ സ്ഥിരപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞിട്ടുള്ളതാണ്. ഇത് 2006 വിഷയമാണ്. 2006 നിങ്ങൾക്ക് ഈ 44 വരെ ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഇത് ഗൗരവമുള്ള വിഷയം 2006 രേഖന്റെ നിങ്ങൾ ആരും ഇതിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് വിചാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ശതമാനമല്ല, അവിടുത്തെ കേരളത്തിൽ വരുമെന്ന് ശ്രീമതി കെ പി ശശികല പ്രവചിച്ചല്ലോ. 2006 കഴിഞ്ഞ് 2018 ഇതുവരെ കേരളത്തിൽ ഒരു ചോദ്യത്തിന് തീർച്ചയായും ഒരു ചോദ്യത്തിനൂടി ഉത്തരം പറയാനുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ക്രിസ്ത്യാനിയെ വെച്ചു എവിടുന്ന സ്വരാജ് വരുന്നത്? ആരായിരുന്നു ജേക്കബ് തമ്പി? ജേക്കബ് തമ്പിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വെക്കുകയും നിലം തൊടാതെ അവിടുന്ന് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഓടിക്കുകയും ചെയ്ത ചരിത്രം അറിയില്ലെങ്കിൽ മിണ്ടരുത്. അദ്ദേഹം ഞാൻ മറ്റതാണ് കൊല്ലം എനിക്ക് പറയാൻ അറിയില്ല. കൊല്ലം ഞാൻ കേൾക്കൂ, കൊല്ലം എനിക്ക് പറയാൻ അറിയില്ല. ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഹിന്ദു ഐക്യവേദിയിലേക്ക് വരുന്നതിന് വളരെ മുൻപാണത്. അതിന് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് തമ്പിയെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള നിരുത്തരവ്